എക്സിറ്റ് പോൾ ഫലങ്ങൾ യുഡിഎഫ് തൂക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. സതീശനെ പിന്തുണച്ച ലീഗ് കേരളം ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ലീഗ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. യുഡിഎഫ് ജനവികാരം പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ജനവികാരം പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സിറ്റ് പോൾ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞതെങ്കിൽ വിശ്വസിക്കേണ്ട. എന്നാൽ യുഡിഎഫിന് അനുകൂലമെന്നാണ് എല്ലാ ഫലങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലേ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ത്രിതല പഞ്ചായത്തിലും ഈ ഭരണവിരുദ്ധ വികാരം വ്യക്തമായി. അതിന്റെ ഫൈനൽ എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ അങ്ങനെ തന്നെയാണ് വിധി എഴുതിയതെന്ന് മനസ്സിലാക്കുന്നു. മലപ്പുറത്ത് 16 സീറ്റിലും യുഡിഎഫ് വിജയിക്കും. കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്ത് മികച്ച വിജയമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോഴുമുണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ആ നിലയിലേക്ക് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട വിജയം യുഡിഎഫിന് അവകാശപ്പെട്ടതാണ്. അത് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് 27 സീറ്റിലാണ് മത്സരിച്ചത്. ഇതിൽ 22 സീറ്റുകളിലെങ്കിലും വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലീഗിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേതുപോലെ യുഡിഎഫിൽ ചർച്ച ചെയ്ത് നല്ല തീരുമാനത്തിലെത്തും. ലീഗിന് അവകാശപ്പെട്ടത് എല്ലാ കാലത്തും യുഡിഎഫ് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇത്തവണയും അതുണ്ടാകുമെന്ന് സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ആണ് യുഡിഎഫിനെ നിലനിർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. യുഡിഎഫിനെ നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. മുസ്ലിം ലീഗ് അതിനോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ലീഗ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത്തരമൊരു ചർച്ച തന്നെ ഉണ്ടായിട്ടില്ല. നല്ല മന്ത്രിസഭ രൂപീകരിക്കണം, നല്ല ഭരണം കാഴ്ചവെക്കണം എന്ന് മാത്രമേ ലീഗിനുള്ളൂ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് നിലപാട് സൂചിപ്പിക്കുന്നത് ഭരണം ലഭിച്ചാൽ കൂടുതൽ അവകാശവാദങ്ങളുമായി ലീഗ് വരുമെന്നാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. സതീശൻ മുഖ്യമന്ത്രിയായാൽ ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുക എന്ന രീതിയിലുള്ള ചർച്ചയ്ക്കും വെള്ളാപ്പള്ളി തുടക്കമിട്ടിട്ടുണ്ട്. ഇത് കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഗുണകരമാകുന്ന ചർച്ചയാണ്. അതേസമയം യുഡിഎഫ് ഭരണത്തിൽ വരരുതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച എന്ന മോഹത്തെ തല്ലിക്കെടുത്തുന്നതായി. യുഡിഎഫ് ഭരണത്തിലേറുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. യുഡിഎഫ് 78 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. യുഡിഎഫ് 72 മുതൽ 84 സീറ്റ് വരെ നേടുമെന്ന് ടൈംസ് നൗ JVCയും യുഡിഎഫ് 70 മുതൽ 75 സീറ്റ് വരെ നേടുമെന്ന് മാട്രിക്സ് സർവേയും യുഡിഎഫ് 75 മുതൽ 80 സീറ്റ് വരെ നേടുമെന്ന് പീപ്പിൾസ് പൾസ് സർവേയും വ്യക്തമാക്കുന്നു. അതേസമയം യുഡിഎഫ് 71 മുതൽ 79 സീറ്റ് വരെ നേടുമെന്നാണ് PMark സർവേ ഫലം വെളിപ്പെടുത്തുന്നത്. യുഡിഎഫ് 66 മുതൽ 76 സീറ്റ് വരെ നേടുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ ഫലം വ്യക്തമാക്കുന്നു. യുഡിഎഫ് 70 മുതൽ 80 സീറ്റ് വരെ നേടുമെന്നാണ് CNN ന്യൂസ് 18 വോട്ട് വൈബ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. യുഡിഎഫ് 72 മുതൽ 80 സീറ്റ് വരെ നേടുമെന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. യുഡിഎഫ് 90 മുതൽ 92 സീറ്റ് വരെ നേടുമെന്നാണ് പൊളിറ്റിക്കൽ ലാബ് സർവേ ഫലം വ്യക്തമാക്കുന്നത്.